റൂമിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഇഡ്ഡലി ആയി ഉറക്കുന്നുണ്ടോ, കഴിക്കാൻ വന്നതാണ്. കഴിച്ചിട്ട് വേണം പെയിൻറ്റ് വർക്ക്ഷോപ്പിലോട്ട് പോകാൻ. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് ലാസ്റ്റുള്ള അതേ പൊസിഷൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇന്നിപ്പോൾ മൊത്തം ഫിനിഷിങ് വർക്കാണ് കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻ പണിയും തീർന്നു കഴിഞ്ഞാൽ വണ്ടി ഇവിടുന്ന് പുറപ്പെടാം നമുക്ക്. ഓ രാവിലെ തന്നെ അതാണ് ഒരു ഒറ്റ മൈന. എന്തായാലും എൻ്റെ കഷ്ടകാലം എല്ലാവരും കണ്ടോ, ഒറ്റ മൈന. ആ ഇപ്പുറത്ത് വേറൊരു മൈന വന്നു കേട്ടോ. ഓക്കെ, രക്ഷപ്പെട്ട്. അപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിക്കട്ടെ. രാവിലെ ഇഡ്ഡലി, സാമ്പാർ, ചട്നി, മുളക് ചമ്മന്തി, പിന്നെ ഒരു സമൂസ പരിപ്പട അങ്ങനെ എന്തെങ്കിലും ഇവിടെ മസ്റ്റാണ്. കാരണം ഇവിടെ വന്നിട്ട് ഇന്ന് 7 ദിവസമായിട്ടോ. ഇന്ന് ഉച്ചയാകുമ്പോൾ 7 ദിവസമായി. 7ാം ദിവസമായിട്ട് ഇന്ന് ആദ്യമായിട്ട് രാവിലെ ഫുഡ് കഴിക്കണേ. ഉച്ചയ്ക്ക് കഴിക്കും, വൈകിട്ട് കഴിക്കും, അതിനുള്ളൂ. ഏകദേശം എന്താ ഓരോ ഫോട്ടോകളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വേണ്ട ഞാൻ എല്ലാ സമയത്താട്ടെ പച്ചയൊക്കെ അടിച്ചത് മാറ്റാൻ വേണ്ടിയിട്ട് അവിടെ നീല തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുക. ഉള്ളൊക്കെ അടിച്ചു കേട്ടോ. ഉള്ളിൽ ഏതാണ്ട് അവിടെ സിൽവർ അടിച്ചു ഗില്ലിന്. അതുപോലെ തന്നെ ഓക്കെ അടിച്ചു. ഉള്ളൊക്കെ ഉള്ളൊക്കെ ആ നീല അടിച്ചു, ഈ അടിഭാഗമെല്ലാം അങ്ങനെ അടിച്ചു. ഇതൊക്കെ സിൽവർ. ഇതിൻ്റെ ഉള്ളിലൊക്കെ ബ്ലാക്ക് അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പോൾ ചേസെല്ലാം ബ്ലാക്ക് അടിച്ചു. അതിൻ്റെ വണ്ടിയുടെ അടിഭാഗത്ത് കയറി ഇനി ബ്ലാക്ക് അടിക്കാനുണ്ട്. അടി ഉള്ളിലൊക്കെ ഈ ഭാഗമൊക്കെ അടിക്കുക. ഇനി ഇവിടെ വേറെ കളറോടെ വരും കേട്ടോ. ഇവിടെ ഇങ്ങനെ വരും, കളർ വരും. ടയർ അയക്കുന്ന ആൾ ഇതുവരെ വന്നില്ലല്ലോ. ഡിസ്ക് അയച്ചെടുത്തിട്ട് ഇത് ഉരയ്ക്കാനുണ്ട്. എന്നിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. ബാക്ക് ഭാഗം ഇനിയും കുറച്ചുകൂടെയൊക്കെ പണിയുണ്ട്. പക്ഷേ ഇങ്ങനെ ആക്കി നിർത്തിക്കണം. ഇതാണ് ഇതിൻ്റെ ഓണർ കേട്ടോ. ഇയാൾ ഓണർ നോക്കൽ ആൾ പൊടിയാണ്. ഇതെല്ലാം കൈക്കടിച്ചാണ്, പക്ഷേ സ്പ്രേനെ അടിച്ച് ആ ഒരു ഫിനിഷിങ് ഉണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇതുണ്ട്, ഉൾഭാഗം കണ്ടില്ലേ, സിൽവർ അടിച്ചു ഇവിടെ കേട്ടോ. അടിയിലെ ഒരു നീല അവിടെയൊക്കെ പോയതായിരുന്നു. തകിടൊക്കെ ഫുള്ള് മാറ്റി പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചത് നമുക്ക് അറിയുന്ന പോലുമില്ല. ഇത് അങ്ങനെ ഇരിക്കട്ടെ. ഇത് ഞാൻ പെയിൻ്റ് അടിക്കേണ്ടതെന്ന് പറഞ്ഞു. ഇത് പെയിൻ്റ് അടിച്ച വൃത്തിയോടായിരിക്കും. ഇനി ഇത് നമുക്ക് ഡാഷ് പോളിഷ് ഉണ്ട്, അത് വാങ്ങിയിട്ടൊന്ന് തേച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയാവും. അപ്പോൾ ഫാൻ അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ മീറ്റർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മാറ്റും. ഈ ഗ്ലാസ് മാറ്റും, മീറ്റർ അയച്ചിട്ട് കംപ്ലീറ്റ് ഉള്ളിൽ കുറച്ച് പൊടിയുണ്ട്, ആ പൊടിയെല്ലാം ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്ത് അതിനകത്ത് എവിടെയൊക്കെ ബൾബുകൾ ഉള്ളിൽ നിന്ന് ഊരി വിട്ട് കിടക്കുന്നുണ്ട്, അതെല്ലാം ക്ലിയർ ചെയ്യണം.
ഇത് പിന്നെ നേരാക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ചെറുതായിട്ടൊന്ന് പോയിട്ടുള്ളൂ, പക്ഷേ നമ്മൾ പോകാതിരിക്കാൻ വേണ്ടി സേഫ്റ്റിക്ക് ഒട്ടിച്ച് വെച്ചതാണ്. ഇനി ഓടും കുറച്ച് കാലം കൂടി. ബാക്കിയുള്ള ഭാഗത്തിനൊന്നും ഒരു കുഴപ്പമില്ല, നല്ല പക്കയായിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ ഇത് നമ്മൾ പുറത്ത് കാണുന്നില്ല ഈ ഭാഗം, ഇതാ ഇവിടം വരെ വിട്ട് പലകിയിട്ടങ്ങ് പോവല്ലേ, ഇങ്ങോട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. ഇതിന് അവന്മാർ 1000 രൂപ 1500 രൂപ വാങ്ങും, വെറുതെ എന്തിനാ? അത് നമ്മൾ വിചാരിച്ചതിന് മുകളിൽ ഒരുപാടായിട്ടുണ്ട്, വൃത്തിയാക്കണ്ടേ, അതുകൊണ്ട് തന്നെ അങ്ങ് ചെയ്താൽ. ഇനി തുടയ്ക്കണം മറ്റേ സാധനം വെച്ചിട്ട്, ഈ കുത്തുകുത്തുകളൊക്കെ പോകണമെങ്കിലേ. ഇങ്ങനെയാണ് ക്യാബിൻ്റെ ഉള്ളത്. മെറ്റാലിക് അടിക്കട്ടെ, ഫുൾ ബ്ലാക്ക് മെറ്റാലിക് അടിച്ചാൽ ഫുൾ ബ്ലാക്ക് കിട്ടില്ല, ചെറിയൊരു മിക്സ് ആയിട്ടുള്ള കളറ് കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മെറ്റാലിക് കിട്ടില്ല, സാധാ പെയിൻ്റ് കിട്ടില്ല. സാധാ പെയിൻ്റ് ആ ഫിനിഷിങ് എടുത്തില്ല, കണ്ടില്ലേ ഈ ഫിനിഷിങ് ഉണ്ട്, അത് മെറ്റാലിക്. ഇതിനകത്ത് ഇനിയിപ്പോൾ ഗ്രില്ലുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല വൃത്തിയാവും കേട്ടോ, അതുകൊണ്ട് ഈ പെയിൻ്റ് അടിക്കാൻ. ാണ് ഹെഡ്ലൈറ്റിൻ്റെ റൂം അടിച്ചു വെച്ചിരിക്കുന്നു കേട്ടോ, മെറ്റാലിക് അടിച്ചു വെച്ചിരിക്കുക. അത് പുതിയത് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധനം അത് വെച്ചില്ല, അവർ ഇത് തന്നെയാണ് കൊണ്ടുവന്നത്. ചവിട്ടുപോലൊക്കെ നീല അടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഏകദേശം ഈ ലെവലിലായിട്ടുണ്ട്, ലുക്കായില്ലേ. ഈ ഡിസ്ക് അയച്ച് പെയിൻറ്റും കൂടെ അടിച്ച് കഴിഞ്ഞാൽ സംഭവം പടയ്ക്കും. ഇനി അവിടെ ഈ ഭാഗത്ത് വന്നിട്ട് മറ്റേ റൗണ്ട് ഇട്ടിട്ട് ഓൾ ഇന്ത്യ പെർമിറ്റിൻ്റെ ഒരു ഇതുണ്ടാവും. നമ്മുടെ ഈ വണ്ടിക്ക് നമുക്ക് ടോട്ടൽ വന്നിട്ട് പെയിൻറ്റിങ് വന്നിട്ട് നമുക്ക് 18,500 കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ആയിട്ട് പോകും. ഒരു കിടക്കുന്നുണ്ടോ, തണുപ്പത്ത് കിടക്കുക. വീൽ അയക്കാനാണ്, ഇനി ഡിസ്ക് അയച്ചിട്ട് വേണം പെയിൻറ്റ്. அது வந்து ഒരു കുളമാക്കിയ ആ മറ്റേ സാധനമില്ലേ പച്ച, അത് ഞാൻ മാറ്റിക്കുന്നുണ്ട് കേട്ടോ, നീല തന്നെ വെക്കുക. അതൊക്കെ ഫൈനൽ ടച്ചാണ്, അവസാന ഘട്ടമായി. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ എല്ലാ പരിപാടിയും ചേർത്ത് ഇവിടുന്ന് നമ്മൾ പോകും. ഇതിനൊരു കളർ ചേഞ്ച് വരുന്നത് വെച്ചാൽ ഇത് മെറ്റാലിക് വന്നിട്ട് ബ്ലാക്ക് വരില്ല, ചെറിയൊരു ഗ്രേ ഇതായിട്ടാണ് വരിക, അതുകൊണ്ടാണ്. പെയിൻ്റ് അലമ്പായില്ലല്ലോ, എല്ലാവരും അഭിപ്രായം എന്താണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഇനി എല്ലാവർക്കും ഇവിടുത്തെ ഗ്രില്ലുകളെല്ലാം വെക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു നമുക്ക് ഷൈനിങ് കിട്ടുക. പിന്നെ ഇവരുടേതായിട്ടുള്ള രീതിയിലുള്ള വർക്കുകളുണ്ട് അവിടെ ചെറിയത്, അതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കാം.
ഉണ്ട് അവിടെ ഒരു പൂവ്. ഇത് കളർഫുള്ളാക്കിയിട്ടുണ്ട് ഇങ്ങനെ. ബാറ്ററി ബോക്സ് വീൽ സ്പാൻഡറില്ല, ഒരു രക്ഷയില്ലാണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് അത് അങ്ങനെ അടിച്ചു വെച്ചു കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ മുകളിൽ കൂടെ അങ്ങനെ പെയിൻ്റ് അടിച്ചു കൊടുക്കും. എന്നിട്ട് ഇതൊക്കെ സ്പ്രെഡാവുന്നതൊക്കെ വന്നിട്ട് അവരിന് പോയിൻ്റ് ചെയ്യും. ഇതുണ്ട് ഇന്ത്യയുടെ കൊടിയാക്കി. AIP ഇവിടെ ഇങ്ങനെ. ഞാൻ ചുറ്റും എന്താണ് അടിക്കുന്നത് തോന്നുന്നുണ്ട്. ഇത് ഞാൻ പിന്നെ അവിടെ ഒരു ആ ലൈലാൻഡിൻ്റെ ഒരു ലോഗോ ഉണ്ടായിരുന്നേ, ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ വെള്ളം ഇങ്ങനെ ഞാൻ അടുപ്പിച്ചു. ഒരു സൈഡിൽ 6 ലൈറ്റോ 7 ലൈറ്റാണ്ട് വരുന്നുണ്ട്. അതിനുള്ള സെറ്റപ്പ് ഉണ്ട് കേട്ടോ നമുക്ക്. ഈ ഫൈനൽ ടച്ച് ആയിട്ടോ, എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എടുത്ത് പോകാം. ടയറും കൂടെ ഒന്ന് ചുമ്മാ ഒന്ന് മോളൊന്ന് ബ്ലാക്ക് അടിച്ച് വിടണം. ഇവിടെ ആ നീല മാത്രമായിട്ട് എന്തോ പോലെയാണ് ഫ്രണ്ടേ. നമുക്ക് അവിടെ ചെറിയൊരു ഇത് കൊടുത്തതാണ്. അതിൻ്റെ മുകളിൽ ഓരോ ലൈനൊക്കെ സ്റ്റിക്കറൊക്കെ വരുമ്പോൾ പിന്നെ അങ്ങ് മാറിക്കോളും. ഇത് ഇതിലിടണം, എന്നാലും ഇപ്പോൾ ഇതിൻ്റെ ലുക്ക് കിട്ടുള്ളൂ. ഏകദേശം നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. ഇനി അപ്പുറത്തെ വർഷോപ്പിൽ പോയിട്ടാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ. அந்த மற்ற டூம் எடுக்காதாண்ணா, அது எடுக்காது. அதெல்லாமே தூக்கி போட்டுரும். புதுசு தான் போடுன்னு நினைக்கிறேன். இல்லை புதுசு. നമ്മൾ പെയിൻറ്റിങ് വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പോവാം കേട്ടോ. അതൊക്കെ അവിടെ പോയിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത്. ബോഡി വർക്ക്ഷോപ്പിലോട്ടാണ് ഇനി പോണേ. അപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ അവസ്ഥ നോക്കട്ടോ. ഇതാണ് നമ്മുടെ പെയിൻറ്റ്. ഓക്കെ, അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കറക്റ്റ് ഇത് ആ ലുക്ക് നമുക്ക് കിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ പെയിൻ്റ് അടിച്ചത്. ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ അവസ്ഥ. നമുക്ക് ഇനി കുറച്ച് സ്റ്റിക്കർ വർക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ പിന്നെ അതങ്ങ് മാറും. നോർമലി ഒരു ലോറിയുടെ ബാക്കെന്നുള്ള ലെവലിൽ അത്രയും. ഫ്രണ്ടിൽ നമ്മളിനി ഇത് വെക്കാനുണ്ട്. നമുക്ക് ഗ്രില്ല് കാര്യങ്ങളൊക്കെ വെച്ചാലേ ഇനി അതാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുള്ള് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. വയ്ക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ റൈസ്, ഒരു എഗ് റൈസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ നമ്മുടെ നാമക്കൽ തന്നെ നമ്മുടെ ഈ വർക്ക്ഷോപ്പിന് അടുത്തുള്ളൊരു ഹോട്ടലാണ്. ദാബ പോലത്തെ കണ്ടില്ല, മുകളിൽ ഓലയൊക്കെ വേഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പ്. സവോളയൊക്കെ വെട്ടി. സത്യം പറഞ്ഞാൽ എന്നാ കഴിഞ്ഞ വിഷുവിന് ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് ആ സമയത്താണ് ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിച്ച സമയത്ത് ഒരു എന്താ പറയുക മറ്റേ സാധനം അടിച്ചത്. അപ്പോൾ ഒരു ബീറും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചിടും. വന്നിട്ട്
അപ്പോൾ ഈ വെയിലും ചൂടൊക്കെ എത്ര ദിവസമായി, ഇവിടെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് 7 ദിവസമായി. അപ്പോൾ അങ്ങനെ വീടൊക്കെ കഴിക്കാൻ വെച്ച് വന്നതാണ്. അതല്ലേ സെറ്റപ്പ് ഉണ്ടല്ലേ ഇവിടുത്തെ, രസമുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ പകല് വന്നാൽ ഭയങ്കര മറ്റേ ഒരു കൂളിംഗ് ഒക്കെ. ഞാൻ അതിന് മുന്നേ ഒരു 5-6 കൊല്ലം മുന്നേ വന്നപ്പോൾ ഇതേ സ്ഥലം ഇതേപോലെ തന്നെയായിരുന്നു ഇവിടെ. അന്നതൊക്കെ നിറയെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോയിട്ട് റൂമിൽ കിടന്ന് ഉറങ്ങട്ടെ. വണ്ടി കൊണ്ട് നിർത്തി. പിന്നെ ഇനിയിപ്പം എന്താ പറയുക, നാളെ ഇലക്ട്രീഷ്യൻ വർക്ക് അതിന് കൊണ്ടുപോകണം. അപ്പം അതൊന്ന് കഴിഞ്ഞിട്ട് നാളെ ഉച്ചയും കൂടെ തിരിക്കും. നമ്മുടെ ഫുഡ് എത്തി കേട്ടോ. അതാണ് എഗ് റൈസ് കേട്ടോ. തമിഴ്നാട്ടിൽ നല്ല രസമൊക്കെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ട വെളുത്തുള്ളി അച്ചാറും ഉള്ളി, ബാക്കി ഇത്രയും കൂടെ ഇരിപ്പുണ്ട്. അത് വേസ്റ്റാണ്. എന്തായാലും വേസ്റ്റ് എന്നല്ല, എന്നെ കൊണ്ട് കഴിച്ചാൽ പോവില്ല. അതിന് നമ്മളൊരു വീറടിക്കുന്നുണ്ടല്ലോ. അതിന് പുറമെ അവരാരും കാണാണ്ട് പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ബീഫ് ചില്ലി. ഇവിടെ ബീഫ് ചില്ലിക്ക് 100 ഗ്രാമിന് 40 രൂപയുള്ളൂ. ഞാനൊരു 200 ഗ്രാം വാങ്ങിയിട്ടുണ്ട്. ഏകദേശം തീർത്ത് അത്രയായി. അവർ കാണാണ്ട് കൊണ്ടുവന്നിട്ട് ഇവിടെ ഉണ്ട്, മേശയ്ക്ക് അടി കൊണ്ട് വെച്ചിരിക്കുക. ടച്ചിങ്സേ, അതായത് ഇവരുടെ അതൊന്നും നമുക്ക് ചിലപ്പോൾ ആയിക്കോണമെന്നില്ലല്ലോ. അല്ല, മുട്ടയൊക്കെ ഉണ്ട്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സോസ് ഉണ്ടല്ലേ, ഞാൻ അതുകൂടെ ഒഴിച്ചൊന്ന് കഴിച്ചോട്ടെ. ഞാൻ കേഫ് കഴിക്കാമല്ലോ കേട്ടോ. ഇതുണ്ട്, കേഫാണ് ഇന്ന്. കേഫ് അടിച്ചത് കണ്ടോ, നമ്മുടെ നീലപ്പൊന്മാനാണ്. നമ്മുടെ വണ്ടി നീലപ്പൊന്മാൻ, ഇതും നീലപ്പൊന്മാൻ. അപ്പം എന്നൊന്ന് കഴിച്ചേക്കാന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അല്ല, നല്ല കുരുമുളക് കൂടി കിട്ടുള്ളൂ അല്ലേ. കുരുമുളക് ഈ കാണുന്നതല്ലേ. പിന്നെ മുട്ട പൊരിച്ച് കീറിയിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതിനൊക്കെയാണ്. ഞാൻ കഴിക്കട്ടെ. അതുപോലെ അതുകൊണ്ട് ബീഡിങ് വെക്കാൻ തുടങ്ങി കേട്ടോ. ഫ്രണ്ടിലെ ബീഡിങ് ഒക്കെ വെക്കുക. അതൊക്കെ കുറച്ച് വെക്കുമ്പോഴേക്കും 9 മണി ആകുമ്പോഴേക്കും നമ്മുടെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഐശ്വര്യ 1095 വണ്ടിയുടെ ഹെഡ്ലൈറ്റാണ്. അതിപ്പോൾ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എവിടെയോ സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സാധനം എടുക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അത് എല്ലാം പോയി സാധനം വാങ്ങി വന്നിട്ട് വേണം നമുക്ക്. സാധാരണ ഇലക്ട്രിക് പണി കഴിഞ്ഞിട്ട് ഇതൊക്കെ വെക്കല്. അപ്പോൾ പക്ഷേ ഇതൊന്ന് വെച്ചേക്കാന്ന് വിചാരിച്ചവർ. അപ്പോൾ ആ ഒരു ബീഡിങ് വെച്ചു വിട്ടോ, കണ്ടില്ലേ. അപ്പോൾ തന്നെ ഒരു ഷേപ്പ് മാറി വണ്ടിയുടെ. ഇനി താഴത്തുള്ള ബീഡിങ്ങുകളും ഗ്രില്ലുകളൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഇതങ്ങ് മാറും. അതിൻ്റെ ഉള്ളിൽ ഒരാളിരുന്നൊക്കെ കണ്ടത്. അത് അവിടെ ഗ്രില്ല് ലോക്ക് ചെയ്യുന്ന സാധനം ഇല്ല, അത് പോയിരുന്നു. അത് വേറെ വെക്കുക. ടോട്ടൽ 3 വണ്ടി ഓടിയിട്ടുണ്ട്. ആ വണ്ടിയുണ്ട്, രാജസ്ഥാൻ ബോഡി വണ്ടിയായിരുന്നു. അതുകൊണ്ടൊന്ന് പൊളിച്ചിട്ട് ക്യാബിൻ കിട്ടുക.